സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയാത്തതായ വലിയ ദുഃഖം എന്താണെന്ന് പറയാമോ? സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖം ഏതാണ്? പറയുക, ആലോചിച്ചു പറഞ്ഞാൽ മതി. സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖം എന്താണ്? എനിക്ക് ദുഃഖങ്ങളുണ്ടെന്ന് പറയുന്നവർ കരമുയർത്താമോ? ഒന്നിൽ കൂടുതൽ ദുഃഖങ്ങളുണ്ട് എന്ന് പറയുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്താമോ? നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടെന്നിരിക്കട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കഷ്ടതയായിട്ട് തോന്നുന്നത് ഏത് വിഷയമാണ്? അത് പറയുക. പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് വേണ്ടത്, വെളിയിൽ നിന്നല്ല വേണ്ടത്. പറയുക. എന്താണ്? രോഗമാണോ? ശരി. ഇനിയും സാമ്പത്തിക പ്രശ്നങ്ങൾ. വെരി ഗുഡ്. ഇനിയും പുരുഷന്മാർക്കൊന്നുമില്ലേ? എന്താണ്? വഞ്ചിക്കപ്പെടുന്നത്, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുന്നത്. യെസ്. ഇനിയും മാതാപിതാക്കളില്ലാതെ അനാഥരായിട്ട് മാറുന്നത്. വളരെ ശരിയാണ്. അതുപോലെ ഇനിയും അടുത്തത് എന്താണ്? പറയുക. സ്വന്തം മകനോ മകളോ മരിക്കുകയാണെങ്കിൽ ഹൃദയം തകർന്നു പോകും. ശരിയാണ്. അതുപോലെ എന്താണ്? ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏൽക്കേണ്ടതായിട്ട് വരുമ്പോൾ. ശരി, വളരെ ശരിയാണ്. നോക്കൂ, നിങ്ങളുടെ പക്കൽ എത്രയോ വിഷയങ്ങളുണ്ട്. എൻ്റെ പ്രസംഗം എവിടെ നിന്നാണ് പഠിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെയാണ്. നിങ്ങളോട് ഇടപഴകുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ അവ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. പറയൂ, നിങ്ങളിപ്പോൾ ഏതെല്ലാമാണ് പറഞ്ഞത്? ആരോഗ്യം, സാമ്പത്തികം, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ അനാഥരായിരിക്കുന്നത്, വഞ്ചിക്കപ്പെടുന്നതായ വിഷയം, സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്നത്. ഇനിയും 5 അത് മതിയോ? അതോ ഇനിയുമുണ്ടോ? പറയുക. ഇത് മതി. ഇവയിൽ നിന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ 5 വിഷയങ്ങൾ നമുക്ക് മതി. നോക്കുമ്പോൾ ഈ 5 വിഷയങ്ങളിലും ശോധന അനുഭവിച്ച ഒരു വ്യക്തി ബൈബിളിലുണ്ട്. ആരാണെന്നറിയാമോ? എങ്ങനെ അറിയാം? 5 കാര്യം നാം പറഞ്ഞല്ലോ. ഇതിൽ 5ഉമുണ്ടോ? ഒന്നാമത് എന്താണ് പറഞ്ഞത്? ആരോഗ്യം നഷ്ടപ്പെട്ടോ? രണ്ടാമത് എന്തു പറഞ്ഞു? സമ്പത്തെല്ലാം നഷ്ടമായോ? അടുത്തത് എന്താണ് പറഞ്ഞത്? ആശ്വാസം ആരും നൽകുന്നില്ല. അതുപോലെ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു. അടുത്തത്, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ വഹിച്ചോ? യോബിന് അങ്ങനെ ശിക്ഷ കിട്ടിയോ? നിന്ദകൾ അനുഭവിച്ചു എന്ന് പറയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തുക. ബാക്കിയുള്ളവർ ബൈബിൾ വായിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കേ. പിശാച് ഏതു സമയത്തും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് പരീക്ഷകൾ കൊണ്ടുവരുന്നത്. ലോകമനുഷ്യർ നമ്മേക്കാൾ നല്ലതായിട്ട് ജീവിക്കുന്നു എന്നുള്ള വിഷയം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതോ വരുന്നില്ലേ? ഞാൻ സത്യസന്ധതയോടെ കൈക്കൂലി വാങ്ങാതെ ആരെയും വഞ്ചിക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാത്രം നോക്കുക, ഏതു സമയത്തും കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും എൻ്റെ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ അപമാനവും നിന്ദയും ഉണ്ടാകുന്നത്. ലോകത്തിലുള്ള ആളുകൾ സുഖമായിട്ട് മദ്യപിക്കുകയും തിന്നുകുടിച്ച് ആഡംബരത്തോടെ ജീവിക്കുന്നു. വലിയ വലിയ കാറുകളിൽ യാത്ര ചെയ്യുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു. അവർക്ക് എന്തെല്ലാം കാര്യം ചെയ്താലും എത്ര മദ്യപിച്ചാലും അതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപവുമില്ല. ഞാൻ ഇത്രത്തോളം മദ്യപിച്ചെന്ന് പൊങ്ങച്ചം പറയുകയും ചെയ്യും. എന്താണ്? അങ്ങനെ പറയുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്? ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ എങ്ങനെ തകർക്കുവാൻ കഴിയും, അവരെ എങ്ങനെ തടയുവാൻ കഴിയും എന്നതാണ് പിശാചിന്റെ പദ്ധതി. യോബിനെ കുറിച്ച് ദൈവം തന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യോബ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കുക. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഒരു പുരുഷൻ അവിടെയുണ്ടായിരുന്നു. അവനെക്കുറിച്ച് അവൻ വലിയ ധനവാനാണോ? അന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ്? ഒരു പുരുഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യന് വരുന്നതായ കഷ്ടതകളെല്ലാം ഇയ്യോബിനുണ്ടായി.
ഒരു വ്യക്തിയെ എത്രത്തോളം പരീക്ഷിക്കുവാൻ കഴിയുമോ അത്രത്തോളം പിശാച് ഇയ്യോബിനെ പരീക്ഷിക്കുവാനിടയായി. പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. 4 ഡിഗ്രികൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം മറ്റാർക്കും തന്നെ അത്രത്തോളം ഡിഗ്രികൾ കൊടുത്തിട്ടില്ലായിരിക്കും. അവൻ നിഷ്കളങ്കനാണ്, സത്യസന്ധതയോടെ ജീവിച്ചവനായിരുന്നു, നേരുള്ളവനാണ്, നീതിയോടെ നിൽക്കുന്നവനായിരുന്നു, ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, മനുഷ്യരെ ഭയപ്പെടുന്നവനല്ലായിരുന്നു. അതുപോലെ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതായ ഒരു ഭക്തൻ എത്ര വലിയ മനുഷ്യനായിരിക്കും. മറ്റൊരു കുറവും തന്നെ അവിടെ കാണുവാനായിട്ട് കഴിയുകയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടുവന്ന് ദൈവത്തിന് മുൻപിൽ കാണിക്കാനിടയാകും. ഇതാ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നുവെന്ന് ദൈവത്തോട് പിശാച് പറയുവാനിടയായി. ഇവനെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താണ് ദൈവത്തോട് പറയുന്നത്? ഇയ്യോബ് നിന്നെ സ്തുതിക്കുന്നത് വെറുതെയാണെന്നാണോ നീ വിചാരിക്കുന്നത്? ആ ആ ആ വെറുതെ നിന്റെ അടുത്ത് ഭക്തി കാണിക്കുകയാണെന്നാണോ വിചാരിക്കുന്നത്? നിന്റെ സംരക്ഷണ വേലി അവന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട്, അവന്റെ മക്കളെ പരിപാലിക്കുന്നത് കൊണ്ട്, അവന്റെ മക്കളെ സംരക്ഷിച്ച് അവന് നല്ല ആരോഗ്യം കൊടുക്കുന്നത് കൊണ്ട്, അവന് സകലതും കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്. ഇതിൽ വലിയ കാര്യം എന്താണ്? അവന് നീ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്. നീ അവന്റെ ജീവിതത്തിൽ സന്തോഷം കൊടുത്തു, സമാധാനം കൊടുത്തു, എല്ലാ സമ്പൽ സമൃദ്ധിയും കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് പിശാച് ദൈവത്തിന് മുൻപിൽ ഇയ്യോബിനെ നിസാരനാക്കി പറയുകയാണ്, ചിത്രീകരിക്കുകയാണ്. അടുത്തത് എന്താണ് പറയുന്നത്? നീ കൈനീട്ടി നീ ഒന്ന് കരം നീട്ടിക്കൊണ്ട് അവന് ചുറ്റും കെട്ടിരിക്കുന്ന വേലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയുവാൻ ഇടയാകും എന്ന് പറഞ്ഞിട്ട് പിശാച് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും വഴക്ക് പറയണമെങ്കിൽ പിശാചിനെ വഴക്ക് പറയുക. ദയവ് ചെയ്ത് മനുഷ്യരെ വഴക്ക് പറയാൻ പാടില്ല. അവൻ കള്ളനാണ്, അപവാദിയാണ്, വഞ്ചകനാണ്, ദുഷ്ടനാണ്, ക്രൂരനാണ്, ജനത്തെ നശിപ്പിക്കുന്നവനാണ്, വഴിതെറ്റിക്കുന്നവനാണ്. ഇയ്യോബിനെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിശാചിന്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ശരി, നോക്കൂ, ടെസ്റ്റ് ചെയ്ത് നോക്കൂ, എൻ്റെ ദാസനെക്കുറിച്ച് എനിക്കറിയാം. അതാണ് ആദ്യം എന്താണ് നഷ്ടമായത്? ആസ്തിയെല്ലാം നഷ്ടമാകാനിടയായി. 10 മക്കളും മരിക്കാനിടയായി. സഹിക്കാൻ കഴിയുമോ? ഒരു കുഞ്ഞ് മരിച്ചാൽ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മരിച്ചുപോയാൽ ഗർഭിണിയായ സ്ത്രീകൾ കരയുന്നു. അവർക്ക് ആ സങ്കടം സഹിക്കുന്നില്ല. 2 പ്രാവശ്യം എൻ്റെ ഗർഭം അലസിപ്പോകാൻ ഇടയായി എന്നവർ വളരെ സങ്കടത്തോടെ ദുഃഖത്തോടാണ് പറയുന്നത്. അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ചിലരാണെങ്കിൽ വലിയ ഡിപ്രഷനിലേക്ക് പോകുവാനിടയാകും. അതും പോരാഞ്ഞിട്ട് അവരെ കുത്തുവാക്കുകളാൽ വേദനിപ്പിക്കുന്ന ചില ആളുകളും. എന്താണ് പറ്റിയത്? എന്താണ്? ഏത് ശാപമാണ്, ഏത് പാപമാണ് എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ആളുകളുമുണ്ട്. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഇന്നാർക്കും മനസ്സില്ല. എന്നാൽ അവരെ വീണ്ടും ദുഃഖിപ്പിക്കുവാൻ പലരും ഇന്നുണ്ട്. അത് ഏതു കൂട്ടരാണെന്നറിയാമോ? ദുഃഖത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസമാണ് വേണ്ടത്. ദുഃഖത്തിൽ നിന്ന് വെളിയിൽ വരുവാനുള്ളതായ മാർഗമാണ് ആവശ്യം. ഒറ്റയടിക്ക് 10 മക്കൾ മരിച്ചു പോയപ്പോൾ ഇയ്യോബിനത് എത്രത്തോളം വേദനയുണ്ടായെന്നറിയാമോ? ഇയ്യോബ് കുഞ്ഞുങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നറിയാമോ? 10 മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. സമ്പത്തിൽ അവൻ കണ്ണുവെച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും സമ്പത്ത് കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ചിരുന്നില്ല. തൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്യുമോ എന്ന് ഭയന്നിട്ട് എന്താണ്, അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഓരോരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, യാഗമർപ്പിക്കുമായിരുന്നു. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കാലത്ത് യാഗമർപ്പിക്കുന്നു, ഈ കാലത്ത് പ്രാർത്ഥന. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥനയോടുകൂടിയാണ് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ മക്കളിൽ ഒരു ദോഷവുമുള്ളതായിട്ട് കാണുവാൻ കഴിയില്ല. അങ്ങനെയല്ല ഇയ്യോബ് അവരെ വളർത്തിക്കൊണ്ടുവന്നത്. ദൈവം മക്കളെ അനുഗ്രഹിക്കുവാനിടയായി. ഇയ്യോബ് തന്റെ മക്കളെ ദൈവഭക്തിയിലും ഭയത്തിലുമാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഓരോരോ ദിവസങ്ങളിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇയ്യോബ് അവരുടെ തെറ്റുകളെല്ലാം ക്രമപ്പെടുത്തി ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് മുൻപോട്ട് പോകുമായിരുന്നു. അത്രത്തോളം സ്നേഹിച്ചതായ മക്കൾ, അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ മക്കൾ എല്ലാവരും ഒരു ദിവസം തന്നെ മരിച്ചുപോയാൽ നമ്മെപ്പോലെയുള്ള ആളുകളാണെങ്കിൽ അത് സഹിക്കാനിടയാകുമോ?
ഒരു യൗവനക്കാരനായ മകൻ മരിച്ചുപോയാൽ ആ മാതാവിൻ്റെ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ വേദന എത്രമാത്രം വലുതാണെന്ന് നാം പലപ്പോഴും ന്യൂസുകളിൽ കണ്ടിട്ടുള്ളതാണ്. ചിലരാണെങ്കിൽ ആ സങ്കടം സഹിക്കുവാൻ കഴിയാതെ അവർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കാറുണ്ട്. 10 പേരും ഒരു ദിവസം തന്നെ മരിക്കാനിടയായി. എത്രത്തോളം ആസ്തി, എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിനെന്നറിയാമോ? എത്ര ആടുകളുണ്ടായിരുന്നു, എത്ര കഴുതകൾ, എത്ര ഒട്ടകങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സകല സമ്പത്തിനെക്കുറിച്ചും ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ദാസന്മാരും ഉണ്ടായിരുന്നു, പണിക്കാരും ഒരുപാട് പേർ മരിച്ചു. ഒരാൾ മാത്രം രക്ഷപ്പെട്ട് ന്യൂസ് പറയാൻ വേണ്ടി വന്നു. ദാസന്മാർ, മക്കൾ മരിച്ചുപോയി, എല്ലാം നഷ്ടപ്പെട്ടു. നമ്മളായിരുന്നുവെങ്കിലോ പിശാച് പറയുന്നത് പോലെ അപ്പോൾ ചെയ്യും. ദൈവത്തെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്, ദൈവമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അമ്മ മരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തെ വിട്ടുപിരിഞ്ഞ ആളുകളെ കണ്ടിട്ടുണ്ട്. അമ്മ മരിക്കും, അപ്പോൾ പറയുകയാണ്, അമ്മ പ്രാർത്ഥിക്കുന്നതായ സ്ത്രീയല്ലേ, പിന്നെ എൻ്റെ പിതാവ് മരിക്കുന്നില്ലല്ലോ, അദ്ദേഹമാണെങ്കിൽ മദ്യപിക്കുന്ന വ്യക്തിയായിട്ട് പോലും. അവൻ മരിച്ചാൽ നരകത്തിലേക്ക് പോകുമെന്ന് ദൈവത്തിന് അറിയാം. അമ്മയോട് പറയുകയാണ്, നീ കഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ കഷ്ടപ്പെട്ടതൊക്കെ മതി എന്ന് പറഞ്ഞ് കർത്താവ് വിളിക്കുകയാണ് ചെയ്യുന്നത്. ദുഷ്ടന്മാർക്ക് ദീർഘായുസ് കാണും. അവർ രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി ദൈവം സാവധാനം കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടെ മരിക്കുന്നത്, ദൈവത്തിന്റെ ദാസന്മാർ മരിക്കുന്നു, ഞങ്ങൾ ദുഷ്ടന്മാർ മാത്രം ഇങ്ങനെയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്ന അനേകം ആളുകളുമുണ്ട്. ഇയ്യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ വിലപിക്കുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. എങ്ങനെ അവനത് സഹിക്കുന്നു എന്നറിയാൻ കഴിയില്ല. എനിക്കൊരു കാര്യം അറിയാം, ഇയ്യോബ് തന്റെ കുടുംബത്തെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനിടയായി. ഇയ്യോബ് തന്റെ സമ്പത്തിനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിച്ചു. ഇയ്യോബ് തനിക്കുള്ള എല്ലാത്തിനേക്കാളും തനിക്ക് നൽകിയിരിക്കുന്ന ആ ഉടയവനെയാണ് സ്നേഹിക്കുവാനിടയായത്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തിരസ്കരിച്ചുകൊണ്ട് തന്റെ മാതാവിനേക്കാളും പിതാവിനേക്കാളും തന്റെ ചേട്ടനേക്കാളും അനുജനേക്കാളും എല്ലാം കൂടുതലായും ദൈവത്തെ സ്നേഹിക്കാതിരുന്നാൽ അവർക്ക് അനുഗമിക്കാൻ കഴിയില്ല. ഭാര്യയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തതായ ആദാമ് മനുഷ്യന് ശാപമാണ് കൊടുത്തത്. നവോമി ഭർത്താവിനെ അനുസരിച്ചു. പോകാം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു പോയി. നോക്കൂ, നമ്മൾ ബേത്ലഹേമിലായിരിക്കുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. മോവാബ് ശപിക്കപ്പെട്ട സ്ഥലമാണ്. പോകേണ്ട, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ല എന്ന് പറയണം. അതുപോലെ ബേത്ലഹേം അപ്പങ്ങളുടെ ഭവനമാണ്. അവിടെ ദൈവത്തിന്റെ കൃപയുണ്ട്, അവിടെ ക്ഷാമം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തേണ്ടിയിരുന്നു. എന്നാൽ ഭർത്താവിന് 1-ാം സ്ഥാനം കൊടുത്ത് അനുസരിച്ച് പോകാനിടയായി. എന്ത് സംഭവിച്ചു? ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, അവസാനം വിധവയായിട്ട് മാറി. ഇവിടെ ഇയ്യോബ് ദൈവത്തെയാണ് സ്നേഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വ്യക്തികളും ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. യേശുവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായിട്ട് എന്തു വന്നാലും അത് മാറ്റിവെക്കേണ്ടതാണ്. അത് ജോലിയാണെങ്കിലും, സമ്പാദ്യമാണെങ്കിലും, വസ്തുവാണെങ്കിലും, ഭാര്യയാണെങ്കിലും, മക്കളാണെങ്കിലും, ഭർത്താവാണെങ്കിലും 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ബാക്കിയാണ് മറ്റുള്ളവർക്ക്. 1-ാം സ്ഥാനം ദൈവത്തിന്, അതിനുശേഷം ഭാര്യയ്ക്ക്, ഭർത്താവിന് ഭാര്യയും, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളും. ഒരു ദിവസം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടു, സമ്പത്തെല്ലാം നഷ്ടമായി. എന്നാൽ ഇയ്യോബ് തെറ്റ് ചെയ്തില്ല. ഇയ്യോബ് എന്താണ് ചെയ്തത്? ദൈവത്തോട് എന്താണ് പറഞ്ഞത്? നോക്കൂ, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു. ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ കാളകളെയും കന്നുകാലിയും ഒക്കെ ആയിട്ടാണ് വന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വസ്ത്രം പോലും ധരിക്കുവാനില്ലായിരുന്നുവല്ലോ. നഗ്നനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. ഞാൻ മരിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു ചെറിയ കുറ്റിച്ചൂല് പോലും നിനക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. നീ മരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നീ നേടിയതായ പേരോ പ്രശസ്തിയോ സമ്പാദ്യങ്ങളോ ഒന്നും തന്നെ, പേരും പ്രശസ്തിയും ഒന്നും തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അവയവിടെ എണ്ണപ്പെടുകയില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിനെ, ഇപ്പോൾ കണ്ടില്ലേ? 2-ാം അധ്യായം 2-ാം വാക്യം. ഊടാടി സഞ്ചരിച്ചിട്ട് വന്നു എന്ന് പറയുന്നു. 3-ാം വാക്യം. ഒരു ഡിഗ്രിയുടെ ഇപ്പോൾ കൂട്ടിക്കൊടുത്തു.
ഇപ്പോൾ 1 ഡിഗ്രി കൂടെ കൂട്ടിക്കൊടുത്തു. ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ അവനെ പോലെ മറ്റാരും തന്നെയില്ല. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്താണ് എൻ്റെ ദാസനെ വെറുതെ നശിപ്പിക്കുവാൻ വേണ്ടി നീ പരിശ്രമിച്ചു എന്ന് പറഞ്ഞു. വെറുതെ എൻ്റെ ദാസനെ നീ ദുഃഖിപ്പിക്കുവാനിടയായി. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, എൻ്റെ ദാസനായ യോബിനെ പോലെ മറ്റൊരാളും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള കാര്യം. സാത്താനെ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്. 4-ാം വാക്യം. ആ ദൈവമേ, അതൊന്നും നടക്കത്തില്ല. എന്താണ്? ആരോഗ്യമാണ് മഹാഭാഗ്യം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവന് ആരോഗ്യമുള്ളത് കൊണ്ട് അവൻ വീണ്ടും സമ്പാദിക്കാനിടയാകും. അവന് ഭാര്യയുണ്ട്, അവൻ വീണ്ടും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും. നീ അവൻ്റെ കൂടെ ഉണ്ടല്ലോ, അവന് നഷ്ടപ്പെട്ടതെല്ലാം നീ അവന് കൊടുക്കും എന്ന കാര്യം എനിക്കറിയില്ലേ? അവൻ ആരോഗ്യം കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ ഒരു പരീക്ഷ കൂടി നടത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആരോഗ്യം ഒന്ന് എടുത്തു മാറ്റൂ, നോക്കാം. രോഗം വന്ന് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ എന്തു ചെയ്യാമെന്നൊന്ന് കാണാമല്ലോ. അങ്ങനെ അവന് ത്വക്ക് രോഗം ഉണ്ടായിരുന്നു. നേരത്തെ കുഷ്ഠരോഗമെന്നായിരുന്നു പറയുന്നത്. കുഷ്ഠരോഗമല്ല ചൊറിച്ചിലുണ്ടാക്കുന്നത്. ചൊറിച്ചിലുണ്ടാക്കുന്ന രോഗം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ കാലാവസ്ഥയ്ക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? സോറിയാസിസ്. അവരുടെ ശരീരത്തിലെ ത്വക്ക് മുഴുവൻ കൊഴിഞ്ഞു പോകാനിടയാകും. ഞാൻ ഗ്രാമത്തിൽ പോയതായ സമയത്ത് ചില ആളുകളെ കാണുവാനിടയായി. അവരുടെ ശരീരത്ത് മുഴുവനും അവരുടെ മുഖത്ത് മുഴുവനും ത്വക്കുകൾ ഇങ്ങനെ ഇളകിപ്പോയതായിട്ട് കാണാനിടയായി. അവർ ആ ശരീരത്തിൽ ചൊറിയുന്ന സമയത്ത് അവിടെ രക്തം പൊടിയുവാനിടയാകും. നിൽക്കുവാനോ ഇരിക്കുവാനോ കിടക്കുവാനോ കഴിയാത്തതായ അവസ്ഥ. ഭയങ്കരമായിട്ടുള്ള ഒരു രോഗമാകുന്നു അത്. അതിന് മരുന്നുകളോ ഗുളികകളോ ഒന്നും തന്നെ ഫലിക്കാത്തതായ അവസ്ഥ. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് മക്കളെയും സമ്പത്തിനെയും നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം. അത്രയും കഷ്ടതയുണ്ടെങ്കിലും ആരോഗ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായ സമയത്ത് ആ ചാരത്തിൽ ഇരുന്നു കൊണ്ട് ചൊറിയുകയാണ് ശരീരത്ത്. രോഗം ബാധിച്ചിട്ട് അന്നുണ്ടായിരുന്നതായ ചാരം അതൊരു ആൻറ്റിബയോട്ടിക് ആയിരിക്കാം. ചാരമിടുന്നതായ സമയത്ത് അതിന് യാതൊരു ഇൻഫെക്ഷനും ഉണ്ടാവുകയില്ലായിരിക്കാം. മരുന്നുകൾ ഉപയോഗിക്കുകയില്ല എന്ന് പറയുമ്പോൾ, പണ്ടുകാലത്ത് ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഉൾഗ്രാമത്തെ ദൈവവേല ചെയ്ത സമയത്ത് അവിടെ ആർക്കെങ്കിലും മുറിവ് പറ്റിയാൽ പിന്നെ അവിടെ മരുന്നും ഒന്നും തന്നെ കിട്ടുകയില്ല. എന്ത് ചെയ്യുമെന്നറിയാമോ? ചാണകം എടുത്തിട്ട് അത് മുറിവിൽ വെച്ച് കെട്ടുവാനിടയാകും. അതാണ് ആൻറ്റിബയോട്ടിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗ്രാമങ്ങളിൽ അവിടെ ചാണകം തളിക്കാനിടയാകും വീടുകളിൽ. കാരണം എന്താണ്? ഈച്ചയും കൊതുകും ഒന്നും വരാതിരിക്കാനാണ്. ഇവിടെ ചാരത്തിലിരുന്ന് വിലപിക്കുകയാണ്. മരുന്നില്ല, അതുപോലെ ഡോക്ടർമാരില്ല, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, സമാധാനമില്ലാതെ കരയുകയാണ്. ഇവിടെ രോഗത്തെക്കുറിച്ച് ചിലർ പറയുവാനിടയായി. നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥത കാണില്ല, ഒരു സമാധാനം കാണില്ല, ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. പയറുപോലെ ഓടി നടന്നതായ ഒരു വ്യക്തി എന്തെങ്കിലും രോഗം വന്നാൽ ഒറ്റയടിക്ക് കിടക്കേണ്ടി വരും. ഏത് ദൈവദാസനാണെങ്കിലും അതുപോലെ തന്നെ, ഏത് വലിയ വ്യക്തിയാണെങ്കിലും അങ്ങനെ തന്നെ. ആ രോഗമുണ്ടാകുന്ന സമയത്ത് അവനൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. കൈകൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല, മനസ്സുകൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല. അത്രത്തോളം ആ സങ്കടം. ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ചിലർക്കുണ്ടാകുന്ന ആ വിഷമം. അതുപോലെ ഈ കാലത്ത് പുതിയ പുതിയ രോഗങ്ങൾ, ഡെങ്കു ഫീവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ചിക്കൻ ഗുനിയ. അത് വന്നാൽ പിന്നെ 3-4 മാസത്തേക്ക് അവരുടെ കൈകാലുകൾക്കെല്ലാം ഭയങ്കര വേദനയാണ്. കൈ ഉയർത്താൻ കഴിയില്ല, കാലുയർത്താൻ കഴിയില്ല. ആ അസ്ഥികളെല്ലാം നുറുങ്ങുന്ന പോലെയുള്ളതായ വേദനയാണ്. അതുപോലെ മലേറിയ ഉണ്ടായാൽ എന്തു ചെയ്യും? പനി വന്ന് രാത്രിയിൽ വിറയ്ക്കുവാനിടയാകും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് മലേറിയ പരത്തുന്ന കൊതുക് കടിച്ചാണ് മരിച്ചത്. അത്ര വലിയ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നതായ ആ ചക്രവർത്തി ആ കാലത്ത് വലിയ ടെക്നോളജിയോ ചികിത്സകളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ആ വിഷക്കൊതുക് കുത്തിയ സമയത്ത് ഭയന്ന് പനി പിടിച്ച് മരിക്കാനിടയായി. ദൈവം ശരീരത്തിൽ എത്രയോ അവയവങ്ങൾ തന്നിട്ടുണ്ട്, അത്രയും അവയവങ്ങൾക്കും രോഗം ബാധിക്കും. എന്നാൽ കർത്താവിൻ്റെ അടിപ്പിണരാൽ സകല രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്. ഈ രോഗങ്ങളെയെല്ലാം 39 ശാഖകളാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു എത്ര അടിയേറ്റുവാങ്ങിയെന്നറിയാമോ? 1 കുറയ 40 അടി, അതായത് 39 എല്ലാ രോഗങ്ങൾക്കും വേണ്ടി അടികളേൽക്കുവാൻ ഇടയായി. ഈ കാലത്ത് നാം എവിടെ നോക്കിയാലും ഹോസ്പിറ്റലുകളാണ്, ആശുപത്രികളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, രോഗങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ കാണാൻ കഴിയും.
ആശുപത്രികളാണ്. എവിടെ നോക്കിയാലും ഈ കാലത്ത് പ്രധാനമായിട്ടും എവിടെ ചെന്നാലും എന്താണ്? പനിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം എപ്പോഴും ചുമയും പനിയുമാണ്. രാത്രി സമയത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്ന് ചുമയ്ക്കുകയും പനിക്കുകയും ചെയ്യുന്ന സമയം ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ആ മാതാവിന് എത്ര സുഖമായിരിക്കും അല്ലേ? ഒരു കുഞ്ഞിന് രോഗം വന്നാൽ മാതാപിതാക്കൾക്ക് ദുഃഖമാണ്, അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ അവരുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യം എന്താണ്? അവരെന്താണ്? കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് ദുഃഖിക്കും. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ മുത്തച്ഛനും മുത്തശ്ശിക്കുമാണ് ദുഃഖമുണ്ടാകുന്നത്. ഈ രോഗം രക്തത്തെ സംബന്ധിച്ചായതുകൊണ്ട് ഈ രോഗം കുടുംബത്തിൽ ഒരാൾക്ക് വന്നാൽ പിന്നെ ആ കുടുംബത്തിൽ എല്ലാവർക്കും അത് കഷ്ടമാണ്. ആശുപത്രിയിൽ പോകണം, മരുന്ന് വാങ്ങണം, ബില്ലുകൾ അടയ്ക്കണം. യോബിനങ്ങനെ ആരും തന്നെയില്ല, ഭാര്യ മാത്രം ബാക്കിയായി. ശരി, ഭാര്യ വന്നിട്ട് പേടിക്കണ്ട, ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി എങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് പാട്ടുപാടാം, കർത്താവിനെ ആരാധിക്കാം എന്നാണോ പറഞ്ഞത്? എത്രത്തോളം നീ ഇങ്ങനെ സത്യസന്ധതയും ഭക്തിയുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കും? നീ ദൈവത്തെ ദൂഷിച്ചിട്ട്, സഹോദരിമാരെ, നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, ഭാര്യ എന്താണോ പറയുന്നത് അതായിരിക്കും ഭർത്താവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചെയ്യും. അതിനെ ജയിക്കണമെങ്കിൽ യോബിനെ പോലെയുള്ളവർക്ക് സാധിക്കുള്ളൂ, നമ്മെപ്പോലെയുള്ളവർക്ക് അത് സാധിക്കില്ല. എത്ര ദുഷ്കരമാണ്! ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഐക്യതയില്ലെങ്കിൽ അതിനേക്കാൾ നരകമായ അവസ്ഥ ഭൂമിയിൽ മറ്റൊന്നും തന്നെ ഇല്ലായിരിക്കും. സംശയമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക്. നിന്റെ ഭാര്യ നിനക്ക് എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? നിനക്ക് ആവശ്യത്തിന് പണമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മക്കളുണ്ടായിരിക്കാം, സുഖ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കാം. എങ്കിലും നിന്റെ ഭാര്യ നീ യേസ് എന്ന് പറഞ്ഞാൽ അവൾ നോ എന്ന് പറയുകയാണെങ്കിൽ പറയൂ, എന്തായിരിക്കും അവസ്ഥ? ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് തക്കതായ തുണയായിട്ടാണ് ഭാര്യയെ കൊടുത്തത്. ആ ഭാര്യ ക്ഷമിക്കാത്തവളാണെങ്കിൽ, കലഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഭർത്താവിന് സഹിക്കാൻ കഴിയില്ല. അവൻ രാക്ഷസനെ പോലെ ആയിത്തീരും, അവൻ ദുഷ്ടനായിത്തീരും. ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, അനേകം ഭർത്താക്കന്മാർ മദ്യപിച്ച് നടക്കുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഭാര്യമാരാണ്. നിങ്ങൾ കോപിച്ചാലും സാരമില്ല, അനേകം പുരുഷന്മാരും മദ്യപിക്കുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഭാര്യമാരാണ്. അനേക പുരുഷന്മാർ ഇന്ന് ദുർനടപ്പാചരിക്കുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഭാര്യമാരാണ്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ശരി, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് സ്വർണമുണ്ടെങ്കിലും ഒരുപാട് സാരിയും വസ്ത്രങ്ങളെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സഹകരിക്കുന്നില്ല എങ്കിൽ അത് സന്തോഷമാണോ? പറയൂ സഹോദരി, പറയൂ. എന്തോ ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങളെവിടെ പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് ആദ്യമൊക്കെ വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറയുന്നതായ ഭാര്യമാരുമുണ്ട്. അതുപോലെ ഇപ്പോൾ വിചിത്രമായ ഒരു കാര്യം കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും ഒന്നാം ഭാര്യ, രണ്ടാം ഭാര്യ, മൂന്നാം ഭാര്യ, അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ ചില ആളുകളെ നോക്കൂ, എത്ര പേരെ വിവാഹം കഴിക്കുന്നു, എത്ര പേർക്ക് വിവാഹമോചനം കൊടുക്കുന്നു. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ചിന്തിക്കുമ്പോൾ എത്രയോ പേരാണ് മാറി മാറി ഓരോരുത്തരെ വിവാഹം കഴിക്കുന്നത്. ഇതെല്ലാം കുടുംബത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളാണ്. ദൈവം ഒരുമിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് വചനം പറയുമ്പോൾ പിശാച് ഭാര്യമാരെയും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ, ഞാനിത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതാണ്. ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഭാര്യ വളരെ മര്യാദക്കാരിയായിരിക്കും. ശരി, കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാമെന്ന് പറയും. എന്നാൽ ഭർത്താവ് നല്ല സ്നേഹവാനായിട്ട് ഭാര്യയുടെ കാര്യമെല്ലാം നോക്കി നടത്തിയാൽ എന്താണ് പറയുന്നത്? എന്താണ് കാര്യം? അനേകം പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ സുവിശേഷ വേലയിൽ ഞാൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അവർ കടന്നു വന്ന് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ പ്രേരണ കൊണ്ടാണ് നിന്റെ ഭർത്താവ് വഴിതെറ്റിപ്പോയി തെറ്റ് ചെയ്യുന്നത്. ആ ഭർത്താവ് വഴിതെറ്റി തെറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നീ നേരെയാകുന്നത്, അപ്പോഴാണ് നീ അനുസരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ജീവിതകാലം കഴിയുവാനിടയാകും. ഭാര്യ ഭർത്തൃബന്ധം വിലയേറിയതാണ്. നിന്റെ ഭർത്താവ് ദുഃഖിച്ചാൽ നീയും ദുഃഖിക്കണം. നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ നീയും അതിൽ പങ്കാളിയാകണം. നിന്റെ ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് നീ ഇടപെടുന്നത് പോലെ തന്നെ ഭാര്യയുടെ ബന്ധുക്കളുടെ പ്രശ്നങ്ങളിലും നീ ഇടപെടണം. എന്നാൽ ഈ കാലത്തുള്ളതായ മനുഷ്യർ, പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കണമെങ്കിൽ അവൻ ഭർത്താവിൽ കൂടിയോ ഭാര്യയിൽ കൂടിയോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ രണ്ടുപേരും ഐക്യതപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ ദൈവത്തിന്റെ മക്കളായിട്ട് തീരും, അല്ലെങ്കിൽ പിശാചിന്റെ മക്കളായിട്ട് തീരും. അനന്യാസും സഫീരയും രണ്ടുപേർക്കും നല്ല ഐക്യതയുണ്ടായിരുന്നു.
ശരിയെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒത്തുകൂടി. എന്തിനാണ് ഒത്തുകൂടിയത്? പണം മറച്ചുവെക്കുന്നതിന് വേണ്ടി. കള്ളം പറയുവാൻ, മരിച്ചാലും സത്യം പറയരുത് എന്ന് പറഞ്ഞ രണ്ടുപേരും ഐക്യതപ്പെട്ട് തീരുമാനമെടുത്തിരിക്കാം. സഹോദരി ഇന്ന വിലയ്ക്കാണോ വിറ്റെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് എന്തു പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലേക്ക് വന്നില്ല, എന്തുകൊണ്ടിങ്ങനെ ചോദിക്കുന്നു എന്ന് ആ സഹോദരി ആലോചിച്ചോ. 3 മണിക്കൂർ സമയം കൊടുത്തു. ആ സഹോദരിക്ക് 3 മണിക്കൂർ സമയം കൊടുക്കുവാനിടയായി. സഹോദരി പറഞ്ഞു, ശരി, ഇത്രയ്ക്കാണെന്ന് പറഞ്ഞു. രണ്ടുപേരും ശിക്ഷയ്ക്ക് യോഗ്യരായി. യോബ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് പറഞ്ഞത്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത്. ദൈവത്തിന്റെ പക്കൽ നിന്ന് നന്മയും അതുപോലെ തിന്മയും പ്രാപിക്കുവാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞ് ആ പരീക്ഷയെ ജയിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നു പോവുകയാണ്, തളർന്നു പോവുകയാണ്. പിശാചിനെ പരീക്ഷിക്കുന്ന സമയത്ത് ഞാൻ പിശാചിനെ കീഴടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. നിന്റെ മേലുള്ളതായ വിശ്വാസം ക്ഷീണിച്ചു പോകുന്നു. എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടതയുണ്ടായി? എന്തുകൊണ്ട് ഈ ദുഃഖം എനിക്കുണ്ടായി? എന്തുകൊണ്ട് നിന്ദയും അപമാനവുമൊക്കെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഉണ്ടാകുന്നു? എൻ്റെ ഭർത്താവ് എന്നെ വഞ്ചിക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ കബളിപ്പിക്കുന്നു. എങ്ങനെ എനിക്ക് വഞ്ചനയൊക്കെ സഹിക്കുവാൻ കഴിയും? ദൈവമേ, സഹിക്കാനുള്ളതായ ശക്തി എനിക്ക് നൽകണമേ. എൻ്റെ മക്കൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്നതായ സമയത്ത് നിങ്ങളിലേക്ക് നോക്കുവാനുള്ളതായ കൃപ എനിക്ക് നൽകണമേ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നീ പറഞ്ഞുവല്ലോ. എന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു നൽകുമെന്ന് നീ അരുളി ചെയ്തല്ലോ. ഇത് കഷ്ടതയുടെ ലോകമാണെന്നും ദുഃഖത്തിന്റെയും നെടുവീർപ്പിന്റെയും ലോകമാണെന്നും ദുഷ്കരമായ ലോകമാണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ നീതിയുള്ളവരായി, നിഷ്കളങ്കരായിട്ട്, സത്യസന്ധത ഉള്ളവരായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യർ ഞങ്ങളെ പുകഴ്ത്തുമ്പോൾ സന്തോഷിക്കുകയും ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറാതെ, എന്റെ ദൈവം എന്നെ മാനിച്ചാൽ മാത്രം മതി എന്ന പോലെ യോബിന് കൊടുത്തതായ ഭക്തി ഞങ്ങൾക്കും നൽകണമേ. എന്തെല്ലാം കഷ്ടതകൾ കടന്നു വന്നാലും മനുഷ്യരിൽ ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതായ ആ ഭക്തി ഞങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ നിന്നോട് നിലവിളിക്കുവാനുള്ളതായ കൃപ നൽകണമേ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഓരോരുത്തരെയും ദർശിക്കണമേ. ആരാണോ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നത് അവരെ നീ സഹായിക്കുമാറാകണമേ. ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സകലത്തിനെയും ഉളവാക്കുവാൻ കഴിയുന്ന ദൈവമാകുന്നുവല്ലോ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമേ. ഞങ്ങളുടെ ഇല്ലായ്മയെല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുവാൻ കഴിയുന്നതായ ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ രോഗത്തിന്റെ മധ്യയിൽ, സാമ്പത്തിക പ്രതിസന്ധിയുടെ കടഭാരത്തിന്റെ മധ്യയിൽ കർത്താവെ നിന്നിൽ വിശ്വസിച്ച് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. കർത്താവെ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു. കർത്താവെ, നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ സഹായിക്കണമേ. കർത്താവെ, നിന്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് അന്ത്യം വരെയും വിശ്വസ്തയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.